ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈർ അലിക്കല. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിൽക്കുന്നത് ബഹ്റൈനിലെ ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടിൽ. ഈ റോക്കിന് ഏകദേശം ഒരു ഡ്രാഗൻ്റെ ഷേപ്പ് ഉണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുന്ന രീതിയിൽ. ഇതിൻ്റെ ലെങ്ത്ത് ബാക്കിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വാല് ഉടലൊക്കെ ആയിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഇതിന് ആ ഒരു പേര് വീണിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റിലെ ഡയറക്ഷൻ കറക്റ്റ് ആ ഷേപ്പ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ് നോക്കുമ്പോഴാട്ടില്ല നമുക്ക് മനസ്സിലാകുക. ഇതിന് മുകളിൽ കയറാൻ എന്താ പറയുക, കയറൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇത് വീണ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇനി എവിടെ കെട്ടിയിരിക്കണ മുകളിൽ ഇത് നല്ല നല്ല സ്ട്രോങ് കട്ടാട്ടില്ല. ഒരു കല്ലിൻ്റെ അടിയിൽ ഇട്ടതാണ് ഈ ഒരു ഏരിയ. അതായത് കയറൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് കയറാം, നല്ല രസമുണ്ട്. അവിടെ എടുത്ത് നോക്കാൻ പൊത്തി പിടിച്ച് കയറുന്നത്. അങ്ങനെ നമ്മൾ കയറി വന്ന് നല്ല ലെങ്ത് ഉണ്ട് ഇഡ്ഡലി. കാരണം അത്യാവശ്യം നല്ല ഗ്യാപ്പും ഉണ്ട്. ചാടുമ്പോഴൊക്കെ നോക്കി ചാടിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ചാടി കഴിഞ്ഞാൽ തീർന്നു. അത്ര തന്നെ. വാ വാ വാ, കയറി വാ കയറി വാ. എന്താ അടുത്ത ആള് ഒറ്റ അതുകൊണ്ട് കയറൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ കെട്ടിക്കൊണ്ടില്ല. അത് നല്ല സ്ട്രോങ്ങാ, കെട്ടൊക്കെ സ്ട്രോങ്ങാ. ഇത് ഇവിടം വരെ ഉള്ളൂ. അതത്രേ ഉള്ളൂ. നിൽക്കുന്ന അതല്ല, കയറി വരും. സത്യം പറഞ്ഞാൽ ഇതാണ് ബഹ്റൈൻ. ഇത് ഈ കാണുന്നതാണ് ബഹ്റൈൻ. കൂടുതലൊന്നുമില്ല കാണാൻ, ഇത്ര ഉള്ളൂ ബഹ്റൈനിട്ടില്. ഇത് ഫുള്ള് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിട്ടില്ലേ. എങ്കിലും ഇപ്പോൾ കൊണ്ട് ചാടണ്ട, റിസ്ക്കാണ്. ഇതേ വരുന്നു അടുത്ത ആൾ. ഇതൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് മതിലായി നല്ല പരിചയമുള്ള ആൾക്കാരായിട്ടില്ല ഇതൊക്കെ. അപ്പോൾ ഈ മലയൊക്കെ പുഷ്പമാണ്. മൊട്ട പറമ്പിൽ ഒരു മൊട്ടക്കല്ല് അതിൻ്റെ മുകളിലിട്ടില്ല. തല ഇങ്ങനെ ചൂടാണല്ലേ. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ലോങ്ങിൽ വെള്ളത് ഞാൻ എന്താ സംഭവം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടാങ്ക് ആയിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ ടാങ്കായിട്ട് ഫീൽ ചെയ്യണമില്ല. അങ്ങോട്ട് നോക്കാതെ ഈ ഒരു മൊട്ടപ്പറമ്പിലാണ് ഈ ഒരു കല്ല്. അതിന് ആരോ പേരിട്ടു ഡ്രാഗൺ കല്ല് എന്ന്. കല്ലിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല താഴ്ചാൻ്റെ ഇടയിൽ. വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞ്, അത് വേറെ കാര്യം. അടുത്ത ആള് ഒരുത്തൻ കുറുക്കോയി പിടിച്ചതാട്ടില്. സംഭവമൊക്കെ എത്തും അവിടം വരെ കഴിഞ്ഞ്. അടുത്ത ടാസ്ക് ഇവിടുന്ന് താഴത്തേക്ക്. ഇവിടെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. അവിടുന്ന് ലാസ്റ്റിൽ നോക്കാം. കയറെടുത്തോ. നിൽക്കടാ, കയറെടുത്ത് തിരിച്ചിട്ടാ. ഇല്ലല്ല, പെട്ടെന്ന് എടുത്തപ്പോ അല്ല കിട്ടില്ല കാല്. കയറി ഇവിടെ ലോക്കാക്കിയിരുന്നതാണ്. ഈശ്വരിക്കാൻ പറ്റില്ല. ചാട്. ഞാൻ അവിടെ നല്ലൊരു പ്രതീക്ഷയിലാണ്. അഖില ഇറങ്ങുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ വയറില്ല. അതാ ഇത് ഏത് ഇതിന്റെ ഇത് ഫോട്ടോ വേറെ ടൗണ്ടി ഇതാക്കാനൊരു അതിനെ കയറിയത് അതിസാഹസികമായി. കാലോ കെട്ടണേ. നമ്മുടെ ഇതിലൊക്കെ ഇറങ്ങി കാണുന്നില്ല. ഈ ഒരു കല്ലുള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ ഒരു കല്ല് ഇത് മാത്രമേ ഉള്ളില്ല. ഇതിൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതുണ്ട്, മറ്റേ റിഫൈനറി ഉണ്ട്, ഓയിലിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്മേന്ന് താഴത്തേക്ക് ഇറങ്ങണിട്ടില്ലേ സംഭവം. കാരണം കയറുണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് സംഭവം ഇറങ്ങിപ്പോരാനേ. വലിയ സീനില്ല കേട്ടോ കയറുണ്ടായത്. കയർ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഒരു ഗുഹയൊക്കെ ആയിട്ടുണ്ട്. അടി മൊത്തം ഏകദേശം തുരന്ന് ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ. കല്ലിൻ്റെ ഷേപ്പ്, കല്ല് ഭയങ്കര ഷാർപ്പ്. കല്ല് നല്ല ഷാർപ്പ് കല്ലിട്ടില്ല. ഇതിൻ്റെ ഇവിടേക്കൊന്നും കയറാനുള്ള സെറ്റപ്പില്ല. അവിടെ മാത്രമേ കയറുമ്പോൾ കൂടെ ഉള്ളിൽ കയറാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി എഡ്ജ് ഉണ്ടല്ലേ കേട്ടോ. അതാണ് സെറ്റ് സാധനം. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. കാരണം കയറി പോകാനൊന്നും വഴി ശരിക്കുന്നില്ലതില്ല. കയറിൽ നേരെ ആ ഒരു ഭാഗത്ത് കൂടി മാത്രമേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, എത്തൂല എത്തൂല എത്തൂല. എൻ്റെ കാല് കടയണ്ടാ. ഇല്ല, പിടുത്തല്ല
പിടുത്തം കിട്ടുന്നില്ല. പിടുത്തം കിട്ടിയ വെച്ചാൽ സുഖമായിരുന്നു. താഴത്തേക്ക് ഇറങ്ങി എൻ്റെ ബാക്ക് ഭാഗം പോയാൽ കിട്ടില്ല ആ കല്ലിൻ്റെ. ആ ഈ ഫോട്ടോ എടുക്കാൻ കയറി കുടിക്കാറുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് 2 കല്ലിൻ്റെ ഗ്യാപ്പാണ്. ഇതിൻ്റെ ഗ്യാപ്പ് കൂടി ഇവിടെ ഒരു അടിച്ചിട്ട് കൊള്ളുമെന്ന് അറിയില്ല. കടിയില്ലാത്തോണ്ട് കറക്റ്റ് ആട്ടില്ല. അപ്പോൾ ക്യാമറ തിരിച്ചല്ലേ എന്നാടെ കൊണ്ടാ എന്താ തടിയില്ലാനായിട്ട് ഉള്ളിൽ കുടുങ്ങി. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതേ പിന്നെ കല്ല് ഇങ്ങനത്തെ കല്ല് തന്നെ ഇട്ടില്ല. ഫുള്ളി കല്ല്. ആഷ് അതാണ് നിങ്ങൾ കല്ലിൻ്റെ അവിടെ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ കല്ല് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കല്ലിട്ടില്ലേ. ഇതിങ്ങനെ ഒരുപാട് കല്ലിട്ടില്ല. ഏകദേശം 3, 4, 5 കല്ല് ഇങ്ങനത്തെ വലിയ വലിയ കല്ലിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ കൂടി ചേർന്നപ്പോൾ ഇതൊരു ഡ്രാഗൻ്റെ ഷേപ്പായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അത്ര ഉള്ളിട്ടില്ലത് വലിയ സംഭവമായിട്ടില്ലൊന്നുമില്ല. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. കാരണം നമ്മുടെ ബഹ്റൈനിലെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാനില്ല. അതൊക്കെ തന്നെ ഉള്ളു കാണാൻ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ടേ ഇവിടുന്ന് പോണ വഴിയിൽ ഒരുപാട് ഈ ഓയിൽ റിഫൈനറിയുടെ ഭാഗങ്ങളുണ്ട്. ആ ഓയിൽ റിഫൈനറി നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഉണ്ട്. ഇവിടുന്ന് കുഴിച്ചെടുക്കണമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോകും. നമ്മുടെ വണ്ടി അവിടെയാണ്. ഇനി അവിടെ വരെ നടക്കണം. ചങ്കിലെ വെള്ളം പറ്റി പോരടാ. ചങ്കിലെ വെള്ളം പറ്റിയിട്ടില്ല അല്ലേ. വെയിലും ഉണ്ട്. ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് മേലേക്ക് കയറ്റി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറക്കിട്ടില്ല. നമ്മൾ അത്യാവശ്യം നല്ല കയറ്റുണ്ട്. ഇനി നമ്മൾ ഹോട്ടലിൽ പോണ സമയത്ത് നമുക്ക് ആ ഓയിലിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഓയിൽ എടുക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട്. ഖത്തറിലൊക്കെ നമുക്കത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇവിടെ വീഡിയോ എടുക്കാൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മ്യൂസിയം ആയിട്ട് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇതാട്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഈ ലോങ് വ്യൂവിലാണ് ഏകദേശം നമുക്കതൊരു ഡ്രാഗണിൻ്റെ ഒക്കെ ഷേപ്പ് ഫീൽ ചെയ്യാനായിട്ടില്ലേ. അല്ലാതെ എടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല അതിന്. അപ്പോൾ അതേ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട് പോണ സമയത്ത് എൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഓയിലെടുക്കാറില്ല. എണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം മൊത്തം. ഇതൊക്കെ അതിൻ്റെ ഏരിയയാണ്. ഇതൊക്കെ നമുക്ക് ഇറങ്ങി കാണാൻ പറ്റുന്ന ഏരിയ ആയിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇറങ്ങി കാണാൻ പറ്റുന്ന ഏരിയ ഫ്രണ്ട്സിലുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാം. ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്നില്ല. പോകുന്ന സമയത്ത് ഇവിടെ ഇതൊരു മ്യൂസിയമാണ്. ഈ കാണുന്നത് ഫുള്ളൊരു മ്യൂസിയമാണ്. അതായത് നമ്മുടെ ഈ പെട്രോളിങ് എടുക്കുന്ന സംബന്ധമായ മ്യൂസിയമാണ്. പക്ഷേ ഈ ടൈമിൽ ക്ലോസ് ആണ്. പക്ഷേ നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. അവിടെ എന്തൊക്കെയോ സാധനം പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പുറം ഭാഗത്ത്. അതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ അതിൻ്റെ കുറച്ച് മെഷീനറീസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. അതൊക്കെ ഒന്ന് കാണാം. ഏതായാലും അടച്ചതിപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി പോണ വഴിയിൽ കുറച്ചും കൂടി ഉണ്ട്. അതുകൊണ്ട് നോക്കാം നമുക്ക്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ കുറച്ച് മെഷീനറീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ അതൊക്കെ എന്താ സാധനം നാട്ടിൽ താഴത്തുനിന്ന് തേക്കാരം ഭൂമിൻ്റെ അടിക്ക്. ഈ ജിമ്പാണ് സാധനം. റബ്ബറൊന്നുമല്ല. അതിൻ്റെ പൈപ്പും കാര്യങ്ങളും. ഇവിടെ വേറൊരു സാധനം. ഇവിടെ വേറൊന്ന്. ഇവിടെ അടുത്തത് അതിൻ്റെ വലുത്ത് ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ അതായത് റിഗ്ഗിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ ഡിസ്പ്ലേൻ്റെ ഉള്ളിലേക്കുണ്ട്. പക്ഷേ ആ ഡോർ അടച്ചിക്കാണ്. കാരണം ക്ലോസിങ് ടൈം അതുകൊണ്ട് വർക്കിംഗ് ടൈമല്ല. അപ്പോൾ നമ്മൾ ആ കല്ലിൻ്റെ അടുക്ക് വന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഈ ഭാഗത്ത് കയറിയതാട്ടില്ലേ. അപ്പോൾ ഇവിടെ വേറെ കുറേ ഉണ്ട്. അവിടെ അങ്ങോട്ട് പോകാണ്. ആ കാണൊക്കെ വർക്കിംഗ് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ. പക്ഷേ ഇങ്ങോട്ട് വന്ന സമയമാകുമ്പോൾ അത് അടച്ച്. അപ്പോൾ ഇത് ബഹ്റൈൻ്റെ ഒരു പുതിയ ശരിക്കും പറയാൻ എണ്ണപ്പാടം എന്ന് പറയാം. അതായത് എണ്ണ കുഴിച്ചെടുക്കുന്ന ഏരിയ. അത് 2010 ടൈമിലാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിൻ്റെ ബോർഡും കാര്യങ്ങളും ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കാണാമായിരുന്നില്ല. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എണ്ണ എടുക്കുന്നത് രീതിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിലിതാ ഇവിടെ ഉണ്ടിട്ടില്ലേ. പക്ഷെ അതെങ്ങനെ എടുക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു സാമ്പിൾ മ്യൂസിയം പോലെ അവർ ഇത് മ്യൂസിയം എന്നല്ല, എന്തെങ്കിലും ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മേലൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ടിട്ടില്ല ഈ ഭാഗത്ത്. അതൊക്കെ നമുക്ക് പോയി കാണാമായിരുന്നു. പക്ഷേ ഈ സമയത്ത് അത് അടച്ച് മീൻസ് വർക്കിംഗ് അല്ല. എല്ലാവരും അത് എൻ്റെ മെയിൻ ഓഫീസ് ക്ലോസ് ചെയ്ത് പോകുന്നു ആൾറെഡി. അപ്പം ഇനി ഇവിടുന്ന് മെല്ലെ നീങ്ങാം.
ഇത് ക്രൂഡ് ഓയിൽ എടുക്കുകയാണെങ്കിലും ഇവിടുന്ന് ഇതിങ്ങനെ പമ്പ് ചെയ്ത് ഇതിൻ്റെ മെയിൻ ഏരിയയിലോട്ട് ഇതേ ഈ പൈപ്പിലൂടെ ഈ റോഡ് സൈഡിൻ്റെ ഈ കാണുന്ന പൈപ്പിൽ ഈ പൈപ്പിലൂടെ ഫുള്ള് അങ്ങോട്ട് പോകും. കാരണം ഈ എണ്ണ എടുക്കുന്ന മെഷീനറി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പബ്ലിക്കിന് അലൗഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഏരിയയാണ് ഇവിടെ. അതായത് ഈ മെഷീനറി ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, വേറെ എവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഇനി എണ്ണയാണോ ക്രൂഡ് ഓയിലാണോ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എനിക്കും ഇല്ല. ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, പറഞ്ഞു തരാൻ ആൾക്കാരും ഇല്ല. പക്ഷെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അത് ഫുള്ള് ഇതിൻ്റെ ഏരിയ തോന്നുന്നുണ്ട്. ഫുള്ള് ഇങ്ങനത്തെ ഒരുപാട് മെഷീനറി ഇങ്ങനത്തെ പലതും കാണുന്നുണ്ട്. അവിടെ ലോങ്ങിൽ നോക്കുകയാണെങ്കിൽ മറ്റേ എണ്ണ കത്തുന്നുണ്ട്, മറ്റേ ഓവർഫ്ലോ ആയിട്ട് കത്തുമല്ലോ, ആ ഏരിയ അവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇത് വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ഒന്നല്ല ക്ലീൻ, കാരണം നമുക്ക് യൂസ് ചെയ്തെടുക്കാം. നേരെ മ്യൂസിയം അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ ഫുള്ളുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നീങ്ങുകയാണ്. ഏകദേശം ഈ ഭാഗം അത്യാവശ്യം നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.